ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട്, ആ വിവരം നിങ്ങളെ അറിയിക്കാനായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഫയോമിയുടെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ചേവലും പെടയും ഒക്കെ ഉണ്ട്, അതിൽ ഒരു ഗോൾഡൻ ഫയോമിയും കൂടി ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വൈറ്റ് ഫയോമിയാണ്. അപ്പോൾ ഫയോമിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വിചാരിച്ചാൽ അവരുടെ കാല് നല്ല ബ്ലൂ കളറായിരിക്കും, പൂവിന് നല്ല ചുവപ്പ് കളർ ഉണ്ടാവും. പിന്നെ വൈറ്റ് ഫയോമിക്ക് കഴുത്തിൻ്റെ ഭാഗം വൈറ്റ് കളറും ബാക്കി ബോഡിയുടെ ഭാഗം നല്ല പുള്ളികളും ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഒറിജിനൽ ഫയോമി തന്നെയാണ് നമ്മളെടുത്തുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് 3.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. നമുക്ക് നാടൻ കോഴികളെ വളർത്തുന്ന പോലെ തന്നെ വളരെ എളുപ്പമായിട്ട് ഇവരെ വളർത്താനായിട്ട് പറ്റും. ഏതു തരം ഫുഡും ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ, യാതൊരു പ്രശ്നവും. അപ്പോൾ ദാ ഈ ഒരു വലിപ്പാണ് ആയി കിട്ടിയിട്ടില്ല, കണ്ടില്ലേ? ഇവരുടെ കാല് നല്ല ബ്ലൂ കളറാണ്, ബോഡി ഭാഗം കഴുത്തിൻ്റെ ഭാഗം വൈറ്റ് കളറും ബാക്കിയുള്ള ഭാഗം പുള്ളി ഭാഗമാണ് കേട്ടോ. പിന്നെ പൂവിന് നല്ല ചുവപ്പ് ഉണ്ടാവും. അപ്പോൾ നാടൻ കോഴികളുടെ മുട്ട നമ്മൾ വിരിയിപ്പിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി പുള്ളികളൊക്കെയാണ് നമുക്ക് വിരിഞ്ഞ് കിട്ടുമ്പോൾ കാണാനായിട്ട് പറ്റുക. പക്ഷേ ഇവരുടെ മുട്ടകൾ നമ്മൾ വിരിയിപ്പിക്കാനായിട്ട് വെച്ചാൽ സെയിം ഫയോമി തന്നെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഫയോമിയാണ്. ഇതിൻ്റെ കാല് കണ്ടില്ലേ, നല്ലൊരു ബ്ലൂ കളറാണ്. ഗോൾഡൻ ഫയോമി ഒരൊറ്റ പീസേ ഉള്ളൂ, പക്ഷേ വൈറ്റ് ഫയോമി കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആവശ്യക്കാർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു പ്രായത്തിൽ തന്നെയുള്ള നമ്മളെ കയ്യിൽ കുറച്ച് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഇവരെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ചെറിയ കുഞ്ഞുങ്ങളും നമുക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന നമ്മളുടെ വീട്ടിൽ നമ്മൾ വിരിയിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരെയും നമ്മൾ സെയിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ മണിത്താറാവിനെ നമ്മൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ 2 ജോഡിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മണിത്താറാവിനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ജോഡിയായിട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ. 6 മാസം പ്രായമായിട്ടുണ്ട്. ഇവരിങ്ങനെ ക്രോസിങ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ മുട്ടയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളുടെ കയ്യിലുള്ള ഫയോമി കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായി തീറ്റയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. നമ്മളിപ്പോൾ തീറ്റ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. നമുക്ക് ഓൾ കേരള സർവീസ് ഉണ്ട്. നമ്മൾ സഹജീവിയുടെ വണ്ടിയിൽ നമ്മൾ കോഴികളെ സെയിലാക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ താറാവിനെയും കോഴിനെയും കാണാനായിട്ട് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർ രാത്രിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മെയിലിനും ഫീമെയിലിനും വാങ്ങിച്ചിട്ടുണ്ട് മണിത്താറാവിനെ. അപ്പോൾ നമ്മളിതാ ഇതുപോലത്തെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും വന്നിട്ട് വീട്ടിൽ വന്ന് കൊണ്ടുപോവാം, അല്ലെങ്കിൽ കൊറിയറായിട്ട് നമ്മൾ വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ മണിത്താറാവിനെ നമ്മൾ കൂട്ടിൽ നിന്ന് പിടിക്കുന്നതും ഈ ഒരു ബോക്സിലാക്കുന്നതും കെട്ടുന്നതും ഒക്കെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ടോ. പിന്നെ ബോക്സിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഒരു വണ്ടിയിലാക്കുന്ന സമയത്താണ് എനിക്കൊന്ന് ക്ലിക്കായത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒരുങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂട്ടിൽ പിടിക്കുന്ന വീഡിയോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് നിങ്ങൾക്കും തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ.